എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇവിടെ ആ എൽഡർ ലേഡി അവർക്കാണെങ്കിൽ ആ ഫൈറ്റിൽ തോറ്റതിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ വേറെ വഴിയില്ലാതെ പ്രോമിസ് ചെയ്തതനുസരിച്ച് ഇപ്പൊ ആ ഡ്രാഗൺ ബോളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ഡ്രാഗൺ ബോൾ ഉള്ളത് ഒരു കാറിലാണ്. ആ കാറാണെങ്കിൽ മൂവ് ചെയ്യാണ്. സോ അതിന്റെ ലൊക്കേഷൻ അവര് ഗോകുവിന് പറഞ്ഞു കൊടുക്കും. ഇവിടെ ബുൽമയാണെങ്കിൽ വീണ്ടും വീണ്ടും റഡാറിൽ അവസാനത്തെ ഡ്രാഗൺ ബോൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ റഡാറിൽ മാത്രം അത് കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും ചിന്തിച്ച് അവള് കൺഫ്യൂസ്ഡ് ആവും. ഇവിടെ ഗോകു അവന്റെ ഫ്ലൈങ് നിംബസിനെ അരികിലേക്ക് വിളിക്കും. ഞാൻ ഇനിയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല, എത്രയും വേഗം എനിക്ക് ആ ലൊക്കേഷനിലേക്ക് പോകണം. ആ ഡ്രാഗൺ ബോൾ അത് സ്വന്തമാക്കണം. ഗോകു ആണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണിനെ ആശ്വസിപ്പിച്ച് അവന്റെ ബാഗ് അവളുടെ കയ്യിൽ കൊടുക്കും. നീ ഇത് സേഫ് ആക്കി വെക്കണം. അവസാനത്തെ ഡ്രാഗൺ ബോളുമായിട്ട് ഞാൻ തിരികെ എത്തും. അതിനുശേഷം നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കുമെന്ന് പറഞ്ഞ് ഗോകു അങ്ങനെ കടന്നു പോവാണ്. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ഒരുപാട് സന്തോഷം. കാരണം ഏഴാമത്തത് കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ പപ്പയെ അദ്ദേഹത്തെ തിരികെ പിടിക്കാനായിട്ട് കഴിയും. എല്ലാവരും ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് ഇപ്പൊ ഗോകുയെ യാത്ര അയക്കുകയാണ്. കട്ട് ചെയ്ത ആ ചുവന്ന കാറ് കാണിക്കും. അത് ഡ്രൈവ് ചെയ്യുന്നത് മറ്റാരുമല്ല, ആ വില്ലത്തി പെണ്ണ് ബീസ്റ്റ്, അവന്റെ അസിസ്റ്റൻസ് എല്ലാവരും ആ കാറിൽ ട്രാവൽ ചെയ്യാണ്. ബീസ്റ്റിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ഗോകുവിന്റെ വീക്ക് പോയിന്റ് അതെന്താണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഗോകുവിന്റെ വീക്ക്നെസ് അത് അവന്റെ വാലാണ്. തീർച്ചയായിട്ടും അവന്റെ വാലിൽ പിടിച്ചു വലിച്ച് അവനെ ചുരുട്ടി ഞാൻ നിലത്തടിക്കും. ഇത്തവണ വിജയം നമുക്ക് സ്വന്തമായിരിക്കും. മുഴുവൻ ഡ്രാഗൺ ബോൾസും കളക്ട് ചെയ്ത് എനിക്ക് ആവശ്യമായിട്ടുള്ള എന്റെ വരം അത് ആ ഡ്രാഗണിലൂടെ ഞാൻ നേടിയെടുക്കുമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ട് മുൻപോട്ടേക്ക് പോകും. ബീസ്റ്റ് ആണെങ്കിൽ ഒരു സെക്കൻഡ് ലാസ്റ്റ് ടൈം ഉണ്ടായ ഫൈറ്റിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഓ നോ, ആ ഗോകു പയ്യൻ, അവന്റെ ഉള്ളിൽ അത്രയും വലിയൊരു മോൺസ്റ്റർ ഉണ്ടായിരുന്നെന്ന് ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ആ മോൺസ്റ്റർ ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ മാക്ഷൻ തകർത്തു. എന്നെയും എന്റെ ടീംമേറ്റ്സിനെയും അവിടുന്ന് മിരട്ടി ഓടിച്ചു. നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് വർഷങ്ങൾ ഞാൻ അലഞ്ഞു നടന്നാണ് ഇത്രയും പവർഫുൾ ആയി മാറിയത്. സോ ഇപ്പൊ അവന്റെ വീക്ക് പോയിന്റ് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഒരിക്കലും അവൻ ആ മോൺസ്റ്ററായി മാറാൻ പാടില്ല. അവനെ തോൽപ്പിച്ച് ഡ്രാഗൺ ബോൾസ് മുഴുവൻ കൈക്കലാക്കി ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഹായ് ആയിട്ട് മുൻപോട്ടേക്ക് പോകും. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ ഗോകു അവനാണെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ചുറ്റും നോക്കും. റോഡിലൂടെ ആ ചോപ്പ് കാർ അങ്ങനെ ചേറിപ്പാഞ്ഞ് വരികയാണ്. യെസ്, ഇതാണ് ആ കാർ എന്ന് പറഞ്ഞ് ഗോകു ക്ലൗഡിൽ നിന്ന് ആ കാറിലേക്ക് എടുത്തു ചാടും. ബീസ്റ്റ് ആണെങ്കിൽ ആ ശബ്ദം കേട്ട് ഷോക്കാവും. ഓ നോ, ഒരു ശബ്ദം ഞാൻ കേട്ടു. കാറിന് മുകളിലേക്ക് എന്തോ ഒന്ന് വീണു. കല്ലോ എങ്ങയോ അങ്ങനെ എന്തോ ഒന്നാണെന്ന് പറഞ്ഞ് അവര് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഗോകു അവൻ താഴേക്ക് തല താഴ്ത്തി ബീസ്റ്റിനോടും ടീമിനോടും ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ എൻ്റെ ഡ്രാഗൺ ബോൾ ഉണ്ടോ? അത് കേട്ട് അവർ ഞെട്ടും. ഗോകു ആണെങ്കിൽ അവരെ സൂക്ഷിച്ച് നോക്കും. എനിക്ക് നിങ്ങളെ അറിയാം, ഞാൻ നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. സത്യം പറയും, നിങ്ങൾ ആരാ? ആ ചോദ്യം കേൾക്കുമ്പോഴായിരിക്കും അവർ ഗോകുയെ തിരിച്ചറിയുക. അവരാണെങ്കിൽ ഗോകുയെ കണ്ട് ഞെട്ടി കാർ നല്ല സ്പീഡിൽ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യും. ഗോകു ആണെങ്കിൽ ആ ഒരു ഫോഴ്സിൽ ദൂരേക്ക് തെറിച്ചു വീഴും. ബീസ്റ്റും ടീമും ആണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ഓ നോ, ഇവനെങ്ങനെ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ കയ്യിലുള്ള ഈ ഡ്രാഗൺ ബോൾ അത് സെൻസ് ചെയ്തായിരിക്കും അവൻ ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. ബീസ്റ്റ് ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ ബോക്സ് ഓപ്പൺ ചെയ്യും. അതിലായി ഏഴാമത്തേതും ഒരു സ്റ്റാറുള്ള ആ ഡ്രാഗൺ ബോളും ഉണ്ട്. അവന് സേഫ് ആക്കി കയ്യിലെടുത്ത് പിടിക്കും. ഒരു കാരണവശാലും ഇത് നമ്മൾ വിട്ടുകൊടുക്കില്ല. ഇതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. മാത്രമല്ല അവന്റെ കയ്യിലുള്ള ബാക്കി 6 ഡ്രാഗൺ ബോൾസ് അവൻ നമ്മൾ നേടിയെടുക്കും. ഇത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവും. ഗോകുവിനാണെങ്കിൽ അവരാരാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയും, മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. ലാസ്റ്റ് ടൈം നിങ്ങളാണ് എന്നെയും എന്റെ ഫ്രണ്ട്സിനെയും ട്രാപ്പ് ചെയ്ത് ഞങ്ങളെ ഹേർട്ട് ചെയ്യാൻ ശ്രമിച്ചത്. സോ ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടില്ല. ബീസ്റ്റ് ആൻഡ് ടീം ഇപ്പൊ ഗോകുവിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ആ ഡ്രാഗൺ ബോൾ കാണിച്ചു കൊടുക്കും. ഞങ്ങളിപ്പോ നീയുമായിട്ടൊരു ഡീല് അത് സംസാരിക്കാൻ പോവാണ്. നമുക്കിടയിൽ ഒരു ഫൈറ്റ് മത്സരം വെക്കാം. മത്സരത്തിൽ നീ ജയിക്കുകയാണെങ്കിൽ ഈ ഡ്രാഗൺ ബോൾ ഞങ്ങൾ ഉറപ്പായിട്ട് നിനക്ക് തരും. അതല്ല നീയാണ് തോൽക്കുന്നതെങ്കിൽ നിന്റെ കയ്യിലുള്ള 6 ഡ്രാഗൺ ബോൾ അത് നീ ഞങ്ങൾക്ക് തരണം. അത് ഗോകു ആണെങ്കിൽ അല്പനേരം ആലോചിക്കും. അതിനുശേഷം ആ ഒരു ഡീലിന് ഓക്കെ പറയാണ്. ഇവിടെ ബീസ്റ്റ് ആണെങ്കിൽ എന്റെ സ്മോൾ ഫിംഗർ ഗോകുവിന്റെ സ്മോൾ ഫിംഗറുമായിട്ട് കണക്ട് ചെയ്ത് ആ ഡീല് അത് ഓക്കെ ആക്കും. അതിനുശേഷം ഇപ്പൊ അവർ 3 പേരും ക്യാപ്സ്യൂൾസ് വലിച്ചെറിഞ്ഞ് റോബോട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിലേക്ക് ചാടി കയറുകയാണ്. ഗോകു ആണെങ്കിൽ അങ്ങനെ ഒരു സർപ്രൈസ് അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവനാണെങ്കിൽ അവറ്റകളെ 3 പേരെ നോക്കി ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ബീസ്റ്റ് ആണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, ഞങ്ങളുടെ പവർഫുൾ വെപ്പൻ അത് കണ്ടിട്ട് നിനക്ക് പേടിയാവുന്നുണ്ടോ? ഗോകു ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, എനിക്ക് യാതൊരു പേടിയുമില്ല. ഉടനെ ആ ബീസ്റ്റ് ആ വില്ലത്തി പെണ്ണിനോട് ഗോകുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. അതിന് അവള് പറയും, അയ്യോ ഇല്ല ഇല്ല, നിങ്ങളാണ് ബോസ്, ആദ്യം നിങ്ങൾ അവനെ അറ്റാക്ക് ചെയ്യ്. അത് കേട്ട് അവന്റെ കൺട്രോൾ പോവും. ബീസ്റ്റ് ആണെങ്കിൽ ചുറ്റുമുള്ള 2 പേരെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവർക്ക് 2 പേർക്കും ഫസ്റ്റ് തന്നെ അറ്റാക്ക് ചെയ്യാൻ ഭയം. അത് കേട്ട ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പേടിയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഫസ്റ്റ് പഞ്ച് അത് എന്റെ വകയായിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ ചാടി വന്ന് കിക്ക് ചെയ്യാണ്.
ഇവിടെ 3 പേരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടിക്കൂടി വരും. പക്ഷേ ആ ബീസ്റ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് അവന്റെ റോബോട്ടിനെ കൺട്രോൾ ചെയ്ത് ഗോകുവിന്റെ പഞ്ച് അത് തടയാണ്. ആണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇവിടെ ഗോകുവിനാണെങ്കിൽ ഭയങ്കര ഷോക്ക്. അവനാണെങ്കിൽ അടുത്ത് കിടന്ന വലിയൊരു പാറ ആ ബീസ്റ്റിന്റെ നേർക്ക് വലിച്ചെറിയും. ആ പാറയാണെങ്കിൽ റോബോട്ടിൽ വന്ന് ആഞ്ഞിടിച്ച് തകർന്നില്ലാതാവുകയാണ്. ഉടനെ ആ ബീസ്റ്റ് ആണെങ്കിൽ അതിന്റെ ടെൻഡിക്കിൾസ് ഉപയോഗിച്ച് ഗോകുയെ കാലെ പിടിച്ച് അങ്ങനെ തൂക്കിയെടുത്ത് അടിക്കുകയാണ്. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഗോകുവിനെ കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഗോകു അവൻ സേഫായി അവസാനത്തെ ഡ്രാഗൺ ബോളുമായി തിരികെ എത്തണം. പക്ഷെ ഇപ്പോഴും സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു കാറാണ്. എന്തുകൊണ്ടാണ് കാറിൽ ആ ഒരു ഡ്രാഗൺ ബോളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടാതിരുന്നത്? ആ ഒരു കാറ് മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട്. ഉൽമയാണെങ്കിൽ ആ എൽഡർ ലേഡിയോട് ഒരിക്കൽ കൂടെ ആ കാറും ഡ്രാഗൺ ബോളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാണിച്ചു തരാമോ എന്ന് ചോദിക്കും. അതിന് അവരാണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും 10 മില്യൺ സെനി. അത് കേട്ട് ബൊൽമ ഞെട്ടുകയാണ്. ആ എൽഡർ ലേഡി പറയും എല്ലാം ഒരു തവണ മാത്രമേ ഞാൻ ചെയ്തു തരൂ. സോ വീണ്ടും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്നുകിൽ മത്സരത്തിൽ ജയിക്കുക, അതല്ല എങ്കിൽ ഞാൻ ചോദിച്ച പണം അതെനിക്ക് തരിക, അതല്ല എങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത നിമിഷം ഒരു കാക്ക അവിടേക്ക് പറന്നു വന്ന് ഇപ്പോൾ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. മാത്രമല്ല ഒരു മിറർ അത് പൊട്ടി തകരും. ഹാൻസം ബോയ്ഡൽ ലൈസ് അത് അഴിയും. ആ എൽഡർ ലേഡി ആണെങ്കിൽ ആ കാഴ്ചകളെല്ലാം കണ്ടു പറയും ഇതൊരു ബാഡ് സൈനാണ്, നമ്മുടെ ഗോകുവിന് എന്തോ സംഭവിക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അത് കേട്ട് ടെൻസ്ഡായി പുറത്തേക്ക് ഓടി വരും. ഇവിടെ ഗോകുവിനെ കാണിക്കും. അവനാണെങ്കിൽ ഈ ഒരു അറ്റാക്കിൽ പെട്ട് പാറകൾക്കിടയിൽ കുടുങ്ങി കിടക്കുകയാണ്. അവൻ ആ പാറകളെല്ലാം തകർത്ത് പുറത്തേക്ക് വരും. അതിനുശേഷം വീണ്ടും അവരവനെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ ഡോഗ് ആണെങ്കിൽ അവൻ്റെ റോബോട്ടിനെ ഉപയോഗിച്ച് ഫയർ വെച്ച് ഗോകുയെ അറ്റാക്ക് ചെയ്യും. അതിൽ കൺട്രോൾ പോയ ഗോകു ആണെങ്കിൽ ഇപ്പം ആ ബീസ്റ്റിനെ റോബോട്ടിനെ എടുത്ത് കറക്കി കറക്കി വലിച്ചെറിയും. ആ റോബോട്ടാണെങ്കിൽ ഒരു പാറയിൽ പോയി അടിച്ച് വീഴുകയാണ്. അതിനുശേഷം അവർ 3 പേരും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നീട് വീണ്ടും ഗോകുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ ഗോകുയെ റൗണ്ട് ചെയ്യുകയാണ്. ആ വില്ലത്തി പെണ്ണാണെങ്കിൽ ഗോകുവിനെ ലോക്ക് ചെയ്യും. ഡോഗ് ആണെങ്കിൽ ഫയർ പവർ വെച്ച് ഗോകുയെ എരിയിക്കുകയാണ്. ഗോകു ആണെങ്കിൽ വേദനയാൽ നിലവിളിക്കും. ഗോകുവിനാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടി വരും. അവന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ ആ റോബോട്ടിന്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് ചാടി വരികയാണ്. പക്ഷേ എന്താ നമ്മുടെ ചെക്കൻ്റെ നിക്കർ അത് കത്തിപ്പോയി. അതിനുശേഷം വീണ്ടും അവർ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇത്തവണ അവർ 3 പേരും അവരുടെ റോബോട്ടുകളെ കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഗോകു ആണെങ്കിൽ അല്പം പോലും ടെൻസ്ഡ് ആവില്ല. അവൻ ആ കാമേ പവർ അതുപയോഗിച്ച് ആ പിങ്ക് റോബോട്ടിനെ ആഞ്ഞൊരട്ടി. കാര്യം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പിങ്ക് പെണ്ണ് അവൾ പുറത്തേക്ക് എടുത്തു ചാടും. അടുത്ത നിമിഷം ആ റോബോട്ട് പൊട്ടി അങ്ങനെ തെറിക്കുകയാണ്. ആ വില്ലത്തി പെണ്ണാണെങ്കിൽ ഇപ്പം ആ ഡോഗിന്റെ റോബോട്ടിന്റെ മുകളിൽ വന്നിരിക്കും. ആ ബീസ്റ്റ് ആണെങ്കിൽ ഇപ്പം ആ ഡോഗിന്റെ റോബോട്ടുമായിട്ട് കണക്റ്റായി അവർ ഉഷാറായിട്ട് ഓടാനായിട്ട് തുടങ്ങും. ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും എൻ്റെ ഡ്രാഗൺ ബോൾ അതെനിക്ക് തിരികെ തായോ. പക്ഷെ അവരാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാവാതെ ഒരു വലിയ മിസൈല് ഗോകുവിന് നേരെ അയക്കും. ഗോകു ആണെങ്കിൽ ആ മിസൈൽ ചാടി പിടിച്ച് അത് അവർക്ക് നേരെ തന്നെ അയക്കുകയാണ്. ആ മിസൈൽ അങ്ങനെ വന്ന് അവരുടെ റോബോട്ടുകൾ മുഴുവനായിട്ടും തകർക്കും. ഒരുപാട് പരിക്കുകൾ പറ്റി അവരാണെങ്കിൽ അങ്ങനെ വീണ് കിടക്കുകയാണ്. ഗോകു ആണെങ്കിൽ ആ ഡ്രാഗൺ ബോൾ ആവശ്യപ്പെടും. വേറെ വഴിയില്ലാതെ ബീസ്റ്റ് ആ ഡ്രാഗൺ ബോൾ കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗോകു ആ ഡോഗിന്റെ ഡ്രസ്സ് അതും അടിച്ചു മാറ്റി അവസാനത്തെ ഡ്രാഗൺ ബോൾ അതും കളക്ട് ചെയ്ത് അങ്ങനെ ഫ്ലൈ ചെയ്തു പോവും. തൻ്റെ രണ്ടാമത്തെ ശ്രമവും ദയനീയമായിട്ട് പരാജയപ്പെട്ട ബീസ്റ്റ് അവനാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻസിനോട് ദേഷ്യപ്പെടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.